ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 136 ഭാഗത്തിൽ അടിമകൾ ഉടമകൾ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. IV ശശി സംവിധാനം ചെയ്ത് ടി ദാമോദരൻ എഴുതി സെഞ്ചുറി ഫിലിംസിൻ്റെ ബാനറിൽ രാജു മാത്യു നിർമ്മിച്ച് 1987 ഏപ്രിൽ 10 സെഞ്ചുറി റിലീസ് വിതരണം ചെയ്ത ചലച്ചിത്രമാണ് അടിമകൾ ഉടമകൾ. മോഹൻലാൽ, മമ്മൂട്ടി, സീമ, നളിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും ടി ദാമോദരൻ തന്നെയാണ് എഴുതിയത്. ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയക്കാരും ഫാക്ടറി ഉടമകളും തമ്മിലുള്ള വിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള കഥ പറയുന്ന അടിമകൾ ഉടമകൾ എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ജയറാം വിയും എഡിറ്റിംഗ് കെ നാരായണനും നിർവഹിച്ചിരിക്കുന്നു. ശ്യാം പശ്ചാത്തല സംഗീതം ഒരുക്കിയ ചിത്രത്തിൽ ഗാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാണിജ്യപരമായി വൻ വിജയമായി തീർന്ന ചിത്രം 100 ദിവസങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ്. ഇതിൽ മോഹൻ ചെറിയാൻ എന്ന ഫാക്ടറി മാനേജറായാണ് മോഹൻലാൽ വേഷമിടുന്നത്. രാഘവൻ എന്ന യൂണിയൻ നേതാവായി മമ്മൂട്ടിയും വേഷമിടുന്നു. തൊഴിലാളി നേതാവായ ദേവൂട്ടിയായി നളിനിയും ഫാക്ടറി ഉടമ രാധയായി സീമയും, സീമയുടെ അനുജത്തി ഇന്ദുവായി ഉർവശിയും, സുകുമാരനായി രതീഷും, കരുണാകരൻ നമ്പ്യാരായി ബാലൻ കെ നായരും, ആൻഡ്രൂസായി KP ഉമ്മറും, മുകുന്ദനായി ജഗദീഷ് ശ്രീകുമാറും, രാജിയായി ലിസിയും, ഗോപാലനായി തിലകനും, ഗോവിന്ദനായി ശങ്കരടിയും, ജയനായി മുകേഷും, സത്യനായി ക്യാപ്റ്റൻ രാജുവും, പോക്കറായി മാമുക്കോയയും, രാമചന്ദ്രനായി ജനാർദ്ദനനും, ജാനുവായി സുകുമാരിയും, ദേവനായി വിജയനും, മാധവിയായി വത്സല മേനോനും, ജോസഫായി കുണ്ടറ ജോണിയും, RK ഷേനായിയായി ജഗന്നാഥവർമ്മയും, ശാരദയായി ശാന്തകുമാരിയും, മന്ത്രിയായി TP മാധവനും, അബൂട്ടിയായി അഗസ്റ്റിനും വേഷമിടുന്നു. രാധയുടെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് വിജയ കോട്ടൺ മിൽ. രാഘവൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അത് പരിഹരിക്കുവാനായി മില്ലുടമ പുതിയ മാനേജറായി കൊണ്ടുവന്നതാണ് മോഹൻ ചെറിയാൻ. മില്ലുടമയായ രാധയുടെ അനുജത്തിയാണ് ഇന്ദു. ഇന്ദുവിന് മോഹൻ ചെറിയാനെ ഇഷ്ടമാണ്. മറ്റ് ഫാക്ടറി ഉടമകളും വിവിധ തൊഴിലാളി നേതാക്കളുമായുള്ള കൂട്ടുകെട്ട് അവരുടെ സ്വാർത്ഥമോഹങ്ങൾക്കായി തൊഴിലാളികളെ ഒറ്റുകയും അവരെ ബലിയാടാക്കുകയും ചെയ്യുന്നു. യൂണിയൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആലോചിക്കുമ്പോൾ തൊഴിലാളികൾക്കും ഫാക്ടറി പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ രാഘവൻ പുതിയ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നു. തൊഴിലാളികൾക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ മാനേജറായ മോഹൻ ചെറിയാന് സാധ്യമല്ല. മോഹൻ ചെറിയാൻ മുൻപ് ഈ കമ്പനിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ചെറിയാൻ്റെ മകനാണ്. അന്ന് ഫാക്ടറി ഉടമയായിരുന്ന രാധയുടെ അച്ഛൻ്റെ സഹോദരിയാണ് മോഹൻ്റെ അമ്മ. അവിടുത്തെ തൊഴിലാളിയായ ചെറിയാനെ സ്നേഹിച്ച് അവിടെ നിന്നും പോയതാണ് മോഹൻ ചെറിയാൻ. കമ്പനി പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രാഘവനും മുൻകൈയെടുക്കുമ്പോൾ പല യൂണിയൻ അംഗങ്ങളും രാഘവനെതിരെ തിരിയുകയും രാഘവനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. രാഘവൻ്റെ സഹോദരി ഒരാളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ രാഘവൻ അവരുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നില്ല. ആകെ തകർന്ന രാഘവന് തുണയായി ദേവൂട്ടി നിൽക്കുകയും മോഹൻ ചെറിയാൻ വാഗ്ദാനം നൽകിയ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് രാഘവനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇന്ദുവും ഇതിനിടെ മോഹനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എങ്കിലും ഇന്ദു തൻ്റെ സഹോദരിയാണ് എന്ന് മോഹൻ ചെറിയാൻ പറയുകയും ഇന്ദുവിന് കാര്യം മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മോഹൻ ചെറിയാൻ നേരത്തെ തന്നെ വിവാഹം കഴിക്കാൻ ദേവൂട്ടിയോട് പറഞ്ഞിരുന്നു വിവാഹം കഴിക്കാമെന്ന്. ദേവൂട്ടിക്കും മോഹൻ ചെറിയാനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ടു പോയ രാഘവന് തുണയായി ദേവൂട്ടി നിൽക്കാൻ തീരുമാനിക്കുന്നു. കമ്പനി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഫാക്ടറി സ്വന്തമാക്കാൻ തക്കം പാർത്തിരുന്ന മറ്റ് ഫാക്ടറി ഉടമകളും തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന യൂണിയൻ നേതാക്കളും ഒന്നാവുകയും ഫാക്ടറിക്കെതിരെയും തൊഴിലാളികൾക്കെതിരെയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നു. അവർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രാഘവൻ കൊല്ലപ്പെടുന്നു. രാഘവൻ്റെ രക്തത്തിൽ കുതിർന്ന തുണി ഒരു പതാക പോലെ മോഹൻ്റെ കൈകളിൽ പറക്കുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. അക്കാലത്തെ IV ശശി സിനിമകളിൽ കാണുന്ന സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിൽ. അക്രമവും അഴിമതിയും അനീതിയും കാട്ടുന്ന ഒട്ടനവധി ചിത്രങ്ങൾ അക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ചിത്രങ്ങളൊക്കെ വാണിജ്യപരമായി വിജയമായി തീരുകയും ചെയ്തിട്ടുണ്ട്. താരബാഹുല്യമാണ് IV ശശി ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത.
അക്കാലത്തുണ്ടായിരുന്ന മുൻനിര നായകന്മാരും നായികന്മാരും വില്ലന്മാരും ഒക്കെ ചിത്രത്തിൽ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. IV ശശിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും അത് കാണാം. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങൾ ഒന്ന് വന്നു പോകാനുള്ള സമയം മാത്രമേ ലഭിക്കാറുള്ളൂ. മമ്മൂട്ടി, മോഹൻലാൽ, രതീഷൊക്കെ അക്കാലത്ത് മുൻനിര നടന്മാരായിരുന്നു, നായകന്മാരായി നിന്നിരുന്ന നടന്മാരായിരുന്നു. ഉർവശി, സീമ, നളിനി, ലിസി ഇവരെല്ലാം നായികയായും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന നായികമാരായി അഭിനയിച്ചിരുന്നവരായിരുന്നു. പിന്നെ കോമഡി രംഗത്തായാലും ജഗദീഷ് ശ്രീകുമാർ, ശങ്കരാടി ഇങ്ങനെയൊക്കെ ഉള്ള ഒട്ടുമിക്ക പേരുകേട്ട നടീനടന്മാർ, വില്ലന്മാരായാലും ഉമ്മർ, ബാലൻ കെ നായർ, ജനാർദ്ദനൻ, ഇങ്ങനെ ഒട്ടുമിക്ക മുൻനിരയിൽ നിൽക്കുന്ന മിക്കവാറും നടന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് IV ശശി തൻ്റെ എല്ലാ സിനിമകളും എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളുടെ വിജയത്തിന് അതും ഒരു കാരണമാണ്. ബോക്സ് ഓഫീസിൽ വൻ വിജയമായി തീർന്ന ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.